ബിഗ് ബോസ് അഗ്നിപരീക്ഷയില് നമ്മുടെ ജഡ്ജസ് എല്ലാം വഴക്കിട്ട് ഇറങ്ങിപ്പോയി. ഇതുപോലത്തെ കണ്ടസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് പറഞ്ഞാൽ കേൾക്കാത്ത നിങ്ങളുള്ളിടത്ത് നമ്മൾ ഇരിക്കൂല എന്ന് പറഞ്ഞ് കട്ടക്കലിപ്പില് രഞ്ജിനി ആദ്യം ഇറങ്ങിപ്പോയി. മതിയാക്കടോ, തന്റെ സംസാരം ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് രഞ്ജിനി ഇറങ്ങി അങ്ങ് പോയി. നിങ്ങൾക്ക് തോന്നിയാസം ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽമാരാർ ഇറങ്ങി അങ്ങ് പോയി. റിയാസും ഇറങ്ങി അങ്ങ് പോയി. വിഷയം ഷാമോനും ഷിജുലാലും കൂടെ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവർ കേൾക്കാത്തതുകൊണ്ടാണ് ഇവർ ഇറങ്ങി പൊക്കളഞ്ഞത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഇന്നത്തെ ദിവസം തിരുവോണമാണെങ്കിലും നാളെ വമ്പൻ അടിയാണ് പൊട്ടാൻ പോകുന്നത്. ഇന്നിപ്പോ ഷാമോനും എൽദോയും കൂടെ ആയിട്ടുള്ള, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എൽദോ ഷാമോനെ പറഞ്ഞിരുന്ന ആ ഒരു സാധനങ്ങൾ മിഡിൽ ക്ലാസ്സിന് താഴെയാണ്, എന്താ പറയുക ബിലോ ആവറേജ് ആണെന്ന് പറഞ്ഞ സാധനം ഷാമോന് നല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഷാമോനത് തിരിച്ച് നല്ല അടിച്ച് കയറ്റി വിട്ടുകൊടുക്കുന്നുണ്ട്. ഓണത്തിന് മുങ്ങിപ്പോയെങ്കിലും കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്ന ശ്യാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് ഷാമോൻ പറയുന്നുണ്ട്. അതിനകത്ത് ഷാമോൻ ഇന്ന് പെട്ടുപോകുന്നുണ്ട്. ഓണമാണ് മെയിന്, പക്ഷെ കുറെ കാര്യങ്ങൾ ഗെയിം ബേസ് നോക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് കൊള്ളാമെന്ന് തോന്നി. ഇന്നത്തെ അത്ര 7 അയലത്തോണ്ട് എപ്പിസോഡ് അടുപ്പിക്കാൻ കൊള്ളൂല. പക്ഷെ ഓണമാണ്, ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഓഗസ്റ്റ് 26-ാം തീയതിയിലെ എപ്പിസോഡ് 12ന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന അഗ്നിപരീക്ഷയുടെ. എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനാണ്, കോൺഫിഡൻസ് ആണ്. FBയിലോ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമന്റ് ചെയ്യണം. അതോടൊപ്പം ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കണം. ഇനി ആദ്യമായിട്ട് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ തിരുവോണ ദിനാശംസകൾ അറിയിക്കുകയാണ്. നബിദിനം കഴിഞ്ഞു, നബിദിനാശംസകൾ പറയാൻ വിട്ടുപോയി, അത് ഏൽപ്പിക്കുക, അതും അറിയിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണാക്കാലം കൂടി കടന്നു വരികയാണ്. എല്ലാവരും ആയുസ്സും ആരോഗ്യവും കരുത്തും സമ്പത്തും ഒക്കെ ആയിട്ട് ഇനിയും ഒത്തിരി വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, സ്നേഹം ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഓണമയമാണ്, എപ്പിസോഡ് അധികം പോരാ. എന്നാലും സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഇത് ഞാൻ എപ്പിസോഡിന്റെ കഥ അല്ല പറഞ്ഞ, സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരം നടത്തുന്നുണ്ട് രഞ്ജിനിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. അതിനകത്ത് നമ്മുടെ ലൊലീത്തിയാണ് കറക്റ്റായിട്ട് ഏതാണ്ട് ഇവിടെ തൊടുന്നുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെയൊക്കെ തൊടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലൊലീത്തിയാണ് ആ മത്സരത്തിൽ ജയിക്കുന്നത്. ദെൻ അങ്ങനെ ജയിക്കുന്ന ലളിതത്തെ പിടിച്ച് പുതിയൊരു കളി വരാൻ പോവാണെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ആക്കുന്നു. ദെൻ 2 ക്യാപ്റ്റനെ കൂടി ഡിസൈഡ് ചെയ്യുന്നു. ആരെ? എൽദോയെയും ഷിജുലാലിനെയും കൂടി ക്യാപ്റ്റൻ ആക്കുന്നു. അതെങ്ങനെ? ഇന്നലെ അവർക്ക് പെൻഡൻസ് കിട്ടിയോണ്ടാണ് അവരെ കൂടി ക്യാപ്റ്റൻ ആക്കുന്നത്. അങ്ങനെ ഇവർ 3, ലൊലിത, ഷിജുലാൽ, എൽദോ, ഇവർ 3 പേരും ക്യാപ്റ്റനായിട്ട് നിന്ന് ഓരോ ടീമുകൾ വിളിക്കുന്നു. ഷിജുവിന്റെ ടീമിൽ രാകേഷ്, ഷാമോൻ, സോന. ലളിതയുടെ ടീമിൽ താഷി, പൂജ, ശ്യാം. എൽദോയുടെ ടീമിൽ ഷിബിന, അഫിയാനാസ്, ഷിജിൻ. ഇവർ 3 പേര്. വേറൊന്നുമല്ല, വള്ളം കളിയാണ് ടാസ്ക്. ഒരു രസം ഉണ്ടായിരുന്നു അത് കണ്ടോണ്ടിരിക്കാൻ. അതായത് എനിക്ക് തോന്നുന്നു മെയിൻ ബിഗ് ബോസിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആക്ടിവിറ്റി ഏരിയയിൽ ഓണ സമയത്തൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ കണ്ടോണ്ടൊക്കെ തന്നെ. ഇത് കഴിഞ്ഞ തവണ ഓണപ്പൂ പറിക്കുന്നതും മത്തവിടുന്നത് എന്തൊക്കെയാണോ എന്ന് പറയുന്നില്ല. വള്ളം കളിയാണ്. നമ്മുടെ PVC പൈപ്പ് നിരത്തിയിട്ടിട്ടുണ്ട്. അതുവഴി തുഴഞ്ഞാണ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എത്തി പൂ തന്നിട്ടുണ്ട്. ഒരു പൂക്കൂടെ അവിടെ പെഡസ്റ്റലിൽ വെക്കണം. അപ്പോൾ ഇങ്ങനെ PVC പൈപ്പിലൂടെ തുഴയുമ്പോൾ പുറകിലത്തെ പൈപ്പ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് വേണം തുഴഞ്ഞു പോകാൻ. 2 പേര് തുഴയണം. ഒരാൾ ഫ്രണ്ടിലെ PVC പൈപ്പ് അടുക്കിക്കൊണ്ടിരിക്കണം, ഒരാൾ പുറകിലെ PVC പൈപ്പ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതെല്ലാം വള്ളത്തിനുള്ളിൽ നിന്നിരുന്ന് തന്നെ ആയിരിക്കണം. കൊള്ളായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഗെയിം ആയിരുന്നു. ഓണക്കളിയാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം അതിന്റെ മണ്ടയിലോട്ട് ചാടിക്കയറി പോവാത്തത്. എൽദോയുടെയും ടീമും സൂപ്പർ ആയിരുന്നു. അതിനകത്ത് കുറച്ച് പൂ കളഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവരാണ് റൂൾ അനുസരിച്ച് എല്ലാ പരിപാടിയും ചെയ്തത്. അതായത് എൽദോയുടെ ടീമിലുണ്ടായിരുന്ന ഷിബിന, അഫിയാനാസ്, ഷിജിൻ, എൽദോ, ഇവർ 4 പേരാണ് റൂൾ പ്രകാരം കാര്യങ്ങൾ മാനേജ് ചെയ്തത്. കാരണം ഒരു പങ്കായം ഇങ്ങനെയാണ് നമ്മൾ പങ്കായം തുഴയേണ്ടത് അല്ലേ. പങ്കായത്തിന്റെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോർഷനാണ് താഴെ വരേണ്ടത്. ബാക്കി 2 ടീമുകളും, അതായത് ലളിതയുടെ ടീമും ഷിജുവിന്റെ ടീമും ഇതിനെ സ്ട്രാറ്റജി ഉപയോഗിച്ച് പൊക്കി വെച്ചിട്ടാണ് തിരിച്ചാണ് പങ്കായത്തിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ബാറ്റ് പോലെ അടിക്കാനിരിക്കുന്ന ഭാഗത്തിനെ കമത്തി മുകളിൽ വെച്ചിട്ടാണ് താഴത്തെ ഭാഗം വെച്ചാണ് തുഴഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്നിട്ട് ഇതിനകത്ത് ഒരു വിന്നറായിട്ട് പ്രഖ്യാപിച്ചത് ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ള ഷിജുവിന്റെ ടീമിനെയാണ്. ഫാസ്റ്റ് ആയിരുന്നു, അവർ പെർഫെക്റ്റ് ആയിരുന്നു. അതിനകത്ത് തന്നെ രാകേഷ് നല്ല രീതിയിൽ തുഴയുന്നുണ്ടായിരുന്നു. ഷാമോൻ നല്ല രീതിയിൽ ബോഡി വെയിറ്റ് എടുത്ത് തുഴയുന്നുണ്ടായിരുന്നു. സോന മാക്സിമം PVC പൈപ്പ് എല്ലാം കളക്ട് ചെയ്ത് ഷിജുവിൻ്റെ കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ലളിതയുടെ ടീമില്
താഷി അത്യാവശ്യം താഷി കൊണ്ട് പറ്റണുണ്ടായില്ല, എന്നാലും താഷി മാക്സിമം നോക്കി. പൂജ പറ്റണില്ല, ശ്യാമും മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. ലളിത നടുക്ക് ഭാഗത്താണ് ഇരുന്നത്. അപ്പം എല്ലാരെ കൊണ്ട് പറ്റുന്ന ലെവലിൽ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് എൽദോയും ടീമും ആണ് കുറച്ചുകൂടി, കാരണം അവർ നല്ല രീതിയിൽ പങ്കായൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഫസ്റ്റ് ആയിട്ട് കളിക്കാവുന്ന ടീമാണ്. അപ്പൊ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡാണ് എൽദോയുടെ ടീമിന് കിട്ടിയത്. പായസമാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഷാമോനെ ചൂസ് ചെയ്യുവാണ്. അത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ചൂസ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഷാമോൻ ബോഡി വെയിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അത് പങ്കായം തുഴഞ്ഞൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ദെൻ ബേർഡ് പെർഫോമേഴ്സ് ആയിട്ട് എല്ലാവരും കൂടി വോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിധത്തിൽ ലളിത, ഷിബിന, പൂജ, എൽദോ ഇവരെ സെലക്ട് ചെയ്യാണ്. എൽദോയെ സെലക്ട് ചെയ്യുന്നത് ഷിബിന പറയുന്നത് എന്താ, എൽദോ ഈ ടീം തോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ഒറ്റ റീസണാണ് എൽദോ തള്ളിപ്പോകുന്നത്. ഇല്ലെങ്കിൽ എൽദോ നിന്നേനെ. ദെൻ ഷിബിനയുടെ പേര് നോമിനേഷനിൽ വരുന്നു. പൂജ ഒന്നും ചെയ്തില്ലെന്ന് വരുന്നു. ലളിത ഉള്ളതിൽ വീക്കാണെന്നൊക്കെ പറഞ്ഞു വരുന്നു. തിരുവോണായതുകൊണ്ട് എല്ലാവരും സേഫ്. അടുത്ത് ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഷാമോന് പെൻഡന്റ് കിട്ടുന്നുള്ളതുകൊണ്ട് മൈ ടൈം എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുക്കുകയാണ്. അത് ഷാമോൻ വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത്, പക്ഷെ ഒരിടത്ത് പെട്ടുപോകുന്നുണ്ട്. ഷാമോൻ അവിടെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒപ്പീനിയൻ പറഞ്ഞ് കണ്ടസ്റ്റൻസിന് ഓരോരുത്തരുടെ വീതം പൊക്കുന്നുണ്ട്. പൊക്കിയിട്ട് നീ ഇന്നതുപോലെ കളിക്കണം, നീ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ. അപ്പൊ എല്ലാവരെ കുറിച്ച് ഒരു വിശകലനം നടത്തുന്നുണ്ട്. എൽദോക്ക് ആദ്യം തന്നെ ടപ്പേ കൊടുക്കുന്നുണ്ട്. നീ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിലോ ആവറേജ് ആണെന്നുള്ള കാര്യം. മിഡിൽ ക്ലാസ്സുകാരനായ ഞാൻ ബിഗ് ബോസിൽ പോയി 120 ദിവസം നിൽക്കാൻ വേണ്ടി എൻ്റെ വൈഫിൻ്റെ കയ്യിൽ 4 ലക്ഷം രൂപ ചെലവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇന്ന വണ്ടികളുണ്ട്, അതെല്ലാം CC അല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പം ഞാൻ ബിലോ ആവറേജ് എന്ന് നീ പലരെയും കുറിച്ച് നീ പലതും പറയുമ്പോൾ നീ ആലോചിക്കണം ഞാൻ എവിടെയാണെന്ന്. അപ്പം ഞാൻ ഇതൊന്നും കടമല്ല, CC അല്ല, EMI അല്ല എന്നൊക്കെ പറഞ്ഞ് എൽദോ അവിടെ അടപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ജഡ്ജസിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ദെൻ ശ്യാമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ, ശ്യാം ഇവിടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ശ്യാമിന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കണില്ല എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശ്യാം ഇയാൾ തേങ്ങ പറയുന്നത് എന്നുള്ള ഒരു ഇതിലായിരുന്നു വരുന്നത്. ആ ടാസ്ക് കഴിയുമ്പോൾ എൽദോക്കിട്ട് നല്ലത് കൊടുത്തതൊക്കെ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ദെൻ റിയാസും രഞ്ജിനിയും മാരാറും കൂടെ ചോദിക്കുന്നുണ്ട് ശ്യാമിന്റെ കേസിൽ എന്താണ്. അപ്പോൾ ശ്യാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ശ്യാം പിന്നീട് അതിനെക്കുറിച്ച് കമ്മ്യൂണിറ്റിയെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാനോ അതിനെ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പം ശ്യാം അതിനല്ല വന്നത് എന്നുള്ള കാര്യം ശ്യാം പറയുകയാണ്. ഞാൻ അവസരം കിട്ടേണ്ടത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, പക്ഷെ എനിക്കത് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അപ്പം രഞ്ജിനി ചോദിക്കുകയാണ് ശ്യാമോൻ എന്താ കുഴപ്പം, ശ്യാം എന്ത് ചെയ്യണം, ശ്യാം എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ശ്യാം കമ്മ്യൂണിറ്റി ആണെന്ന് ശ്യാം പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തിങ് LGBTQIA+ കമ്മ്യൂണിറ്റിയുള്ള വ്യക്തിയാണ് ശ്യാം എന്ന് പറഞ്ഞിട്ടില്ല. ശ്യാമിന് ഒരു ഫെമിനിറ്റി ഉണ്ട്, ഒരു സ്ത്രൈണത ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്ത്രൈണത ഉള്ളവരാരും കമ്മ്യൂണിറ്റിയിൽ പെട്ടവരല്ല. സ്ത്രൈണതയുള്ള എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ പെട്ടവരല്ല. ഞാൻ സത്യം പറഞ്ഞാൽ തമിഴന്മാരെ സംസാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് പലരുടെ ബ്രൈസസ് ഒന്നും ഞാൻ ടൈറ്റ് ചെയ്യാൻ പോയപ്പോൾ വീണ്ടും ഞാൻ കൊഞ്ഞ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. ഇനി ഞാൻ വലിയ ഭാഷലായിരുന്നത് നിങ്ങൾ ആരും പടിഞ്ഞു കളയരുത്. അപ്പം അതാണ് സംഭവം. അപ്പം അത് ശ്യാം അവിടെ കറക്റ്റായിട്ടൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. ദെൻ വടംവലിയാണ് 4 ടീമായിട്ട് തിരിഞ്ഞ്, ജഡ്ജസ് ഉൾപ്പെടെ 4 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് വടം വലിക്കുന്ന കേസാണ്. വടം വലിച്ച് അതിനകത്ത് പഴക്കൊലയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. എപ്പിസോഡ് ഫിനിഷ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓണത്തിൽ മുങ്ങിപ്പോയതാണ്. നാളെയാണ് എന്തോ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഷിജുലാലും ഷാമോനുമാണ് ടീമായിട്ട് നിൽക്കുന്നത്. ഇവരുടെ തലയിൽ പുറകിൽ എന്തോ ഒരു കളറൊക്കെ ഒട്ടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേ കളർ കൃത്യം. അപ്പം ജഡ്ജസിനെ ഇവരെന്തോ എടുത്തിട്ട് പറ്റിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അങ്ങനെ രഞ്ജിനി കറക്റ്റായിട്ട് ഫയർ ആവുന്നുണ്ട്, നല്ല രീതിയിൽ ഫയർ ആവുന്നുണ്ട്. ഷാമോൻ ഞാനൊന്ന് പറയട്ടെ, താൻ നിർത്തണോ മതിയാക്കണോ എന്ന് പറഞ്ഞ് രഞ്ജിനി എന്ത് ചെയ്യാണ്, കളഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ എനിക്കിടെ പണ്ട് ജാൻമണി പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ആൾക്കാർ പുറത്തു പോയാൽ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ കീടും ചേച്ചി, നോക്കിക്കോ ചേച്ചി, ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയ പോലെ രഞ്ജിനി കളഞ്ഞിട്ട് പോവാണ്. അഖിൽമാരാറും പറയാണ് നിങ്ങളുടെ തോന്നിവാസം കാണിക്കാനാണെങ്കിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ഇറങ്ങി പോകുന്നു. റിയാസും എന്തോ ഉപ്പോ കർപ്പൂരോ ഒക്കെ എന്തൊക്കെയോ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകും, അതെല്ലാം ഇറക്കിക്കൊണ്ട് റിയാസും ചുട്ടും കെട്ടി പോകുന്നുണ്ട്. അങ്ങനെ ജഡ്ജസ് നാളെ കളഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ റിവ്യൂ പറയാനൊന്നുമില്ല. അപ്പം എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ നേരുകയാണ്. ബിഗ് ബോസ് സീസൺ 8 അപ്ഡേറ്റുകൾ ഈ അഗ്നിപരീക്ഷയുടെ മുങ്ങിപ്പോകുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. തിരുവോണമാണ് വരുന്നുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പീനിയൻസ് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.